ഈ പ്ലേയേഴ്സ് എല്ലാം റിയൽ മാഡ്രിഡ് വിട്ടുപോയി വേൾഡ് ക്ലാസ് ആയവരാണ്. അഷ്റഫ് ഹക്കീമി റിയൽ മാഡ്രിഡ് അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. റെഗുലർ ചാൻസ് കിട്ടാത്തതിനാൽ ലോണിൽ ഡോർട്ട്മുണ്ടിലേക്ക് പോയി. അവിടുന്ന് ഇന്റർ മിലാനിലേക്ക് പോയി സിരിയയെ ജയിച്ചു. ഇപ്പോൾ ഇതാ PSG സൂപ്പർ സ്റ്റാർ. അടുത്തത് സാമുവൽ എട്ടോ. റിയൽ മാഡ്രിഡിൽ പ്രോപ്പർ ചാൻസ് കിട്ടിയില്ല, പക്ഷേ ബാർസയിൽ 2 UCL ആൻഡ് ട്രബിൾ വിന്നർ ആൻഡ് വൺ ഓഫ് ദ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് ആഫ്രിക്കൻ സ്ട്രൈക്കേഴ്സ്. മാർട്ടിൻ ഓഡിഗാർഡ് വണ്ടർ കിഡായി റിയൽ മാഡ്രിഡിലെത്തി. പ്രോപ്പറായിട്ട് ചാൻസ് കിട്ടിയില്ല. ഫസ്റ്റ് ടീമിൽ അവസരം കിട്ടാൻ വേണ്ടി ലോണിൽ പോയി. ഇപ്പോൾ ഇതാ ആർസണൽ FC ക്യാപ്റ്റൻ ആൻഡ് ഇംഗ്ലണ്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേ മേക്കേഴ്സ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി അർജൻ റോബൻ. 2007 റിയൽ മാഡ്രിഡിലെത്തുന്നത്. കോമ്പറ്റീഷനും ഇഞ്ചറീസും കാരണം സ്ഥിരമായി കളിക്കാൻ പറ്റിയില്ല. 2009 ബയേൺ മ്യൂണിച്ചിലേക്ക് പോയി. 8 ബുണ്ടസ് ലീഗ, 1 UCL, അതും UCL ഫൈനലിൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. ബയേൺ മ്യൂണിച്ചിന്റെ ക്ലബ് ലെജൻഡായി മാറി. റിയൽ മാഡ്രിഡ് ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബാണ്. ജസ്റ്റ് ഇമാജിൻ ഈ ടാലൻസിനെല്ലാം കീപ്പ് ചെയ്തിരുന്നെങ്കിലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക.